യാത്രിയോ കൃപയാ ധ്യാൻ ലീജിയെ. കേട്ടോ നിങ്ങൾ, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ ഉള്ളതാണ് യാത്രിയോ. യാത്രിയോ കൃപയാ ധ്യാൻ ലീജിയെ. ഈ രണ്ട് വേർഡ് നമുക്ക് പരിചയമുള്ള വേർഡല്ലേ. കൃപയ, കൃപകർണ മലയാളമാണ്. ഹിന്ദിയിലും കൃപയ എന്നൊരു ക്ഷമാപണം എന്നർത്ഥം. ധ്യാൻ ലീജി അത് മാത്രമാണ് നമുക്കുള്ള ഒരു പുതിയ വേർഡായിട്ട് തോന്നുന്നത്. ഇവിടെ യാത്ര എന്നതിന് യാത്രിയോ, യാത്രക്കാർ എന്നാണ് പറഞ്ഞത്. അതിനങ്ങോട്ട് ഹിന്ദിന് അല്ല മലയാള വാക്കും ഒന്ന് തന്നെയല്ലേ. അപ്പം യാത്ര എന്ന് പറയുന്നത് ഈ യാത്ര കെസഥ, യാത്ര, യാത്ര എന്ന് പറയാം. അതേ സ്ഥാനത്ത് അതിന് സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഒരു വേർഡ് സഫർ എന്നാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മിങ്കിൾ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. അതിൻ്റെ ബേസ് ഉറുദു ആണ്. അപ്പം എന്താണ് സഫർ കർണേ കെ ലിയേ. കോൺ സെ സഫർ ഹെ, ആജ് കി സഫർ അച്ഛാ താ, ആജ് കി സഫർ അച്ഛാ താ, ഇന്നത്തെ യാത്ര സൂപ്പറായിരുന്നു. ഇങ്ങനെ സഫർ, സഫർ കർണ, ഹറേക്ക് ദൗലത് കോ ഹറേക്ക് ജഗേക്കു സഫർ കർണ, എല്ലാ സ്ഥലത്തേക്കും എന്താക്കണം, യാത്ര പോകണം. അപ്പോൾ ഈ സഫർ എന്നതിനും യാത്രാകർണ എന്ന് പറയുന്നത് പറയാം. ഓക്കെ, അപ്പോൾ യാത്രയായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് വാക്കുകൾ നമുക്ക് പഠിക്കാം. യാത്രിയോ കോ ജോ ചീസേ സീഖന ജറൂർ ഹെ. യാത്രക്കാർ പിന്നെ മനസ്സിലാക്കാൻ നിർബന്ധമായ ചില വാക്കുകൾ. ഒന്ന് ജഗ്ഗ. ഈ കോൺ സ ജഗ്ഗ ഹെ, ഈ സ്ഥലം ഏതാണ് ജഗ്ഗ. മുझे ये जगह पता नहीं है, मुझे ഈ സ്ഥലം എനിക്കറിയില്ല. ഈ ജഗ്ഗയ്ക്ക് ബാരെ മേ കോയി പത്താ മുझे नहीं है, ഇതിനെക്കുറിച്ചൊരു വിവരം എനിക്കില്ല. ജഗ്ഗ, ജഗ്ഗ എന്ന് പറയും. ഇത് രണ്ടാമത്തെ ഒരു വാക്കാണ് നമ്മൾ ദൂർ. കിത്തന ദൂർ ഹെ, കൈസ ദൂർ മാലും പത്താ ഹോ ജായേഗാ. ദൂർ, ബഹുത് ദൂർ ഹെ യാൻ സെ. അവിടെ ബഹുത് ദൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ ആൾക്കാർ ബഹുത്ത് ദൂർ എന്ന് പറയും. അത് പറയരുത്, അത് മിങ്കിളാക്കി പറയണം, മോഡുലേഷൻ കിട്ടണം. അവിടെ ബഹുത് ദൂർ ഹെ, यहाँ से आपके एयरपोर्ट जाने के लिए बहुत दूर है भाई, काफ़ी दूर हैं. കാഫി ദൂര നല്ല ദൂരം ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അത് മൂന്നാമത്തെ ഒരു വേർഡ് നിക്കൽന ഹെ. കബ് നിക്കൽന ചയ്യേ, കബ് നിക്കൽന ചെയ്യേ, എപ്പോഴാ പുറപ്പെടുക. നിക്കൽന പുറപ്പെടുക. कोई बात नहीं, हम सुबह 5 बजे निकले, हम सुबह 5 बजे निकल रहे, നമ്മൾ രാവിലെ 5 മണിക്ക് പുറപ്പെടാം. കബ് പൗഞ്ചേഗ, കബ് പൗഞ്ചേഗ, എപ്പോഴാണ് എത്തുക. ഹം കം പൗഞ്ചേങ്കെ, അതാണ് പിന്നെ ഹം ചേർത്താ വരിക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഹം കബ് പൗഞ്ചേങ്കെ, നമ്മൾ എപ്പോഴാണ് എത്തുക. അപ്പം പൗഞ്ചന, ഇതാ നമ്മൾ എത്തുകയാണ്, ഇതാ നമ്മൾ എത്തുകയാണ്. എങ്ങനെ പറയാം, ഹം പൗഞ്ചനെ വാലേ ഹെ, പൗഞ്ചനെ വാലേ ഹെ, നമ്മൾ എത്തുകയാണ് എന്ന് പറഞ്ഞത്. അപ്പം എത്ര വാക്ക് നമ്മൾ പഠിച്ചപ്പോൾ, യാത്ര അല്ലെങ്കിൽ സഫർ, രണ്ടും ഒന്ന് തന്നെയാണ്. മറ്റൊന്ന് നിക്കൽന പുറപ്പെടുക, പൗഞ്ചന, പൗഞ്ചന എത്തിച്ചേരുക, പൗഞ്ചന എത്തിച്ചേരുക. ഓക്കെ, അതുപോലെ നമുക്ക് പറയാൻ പറ്റിയ മറ്റൊരു വേർഡാണ് മേ അക്കേലാ ഹൂം, ഞാൻ ഒറ്റക്കാണ്. ലേക്കിൻ ആപ്കോ ഐസാ ഭി ബോൾ സക്തേ നാ, ഇങ്ങനെ നിങ്ങൾക്ക് പറയാം, ഹം ഖട്ടാ ജാത്തേ ഹെ. ഖട്ട എന്ന് പറഞ്ഞാൽ ഒന്നിച്ച്, എക്കട്ട എന്നാ പറയുക. ഖട്ട എന്ന് പറയുമ്പോൾ അത് ഖട്ട എന്നാണ് കേൾക്കുക. അതിൻ്റെ ഒരു മോഡുലേഷനുകൾ പറഞ്ഞാൽ ശീലിച്ചാൽ മതി. ഒന്നിച്ചോ, ഖട്ടാ ജാനാ ഹെ കേലാ മത് ജാന. കോയി ബി സഫർ മേ സാത്ത് സാത്ത് ആദ്മി ഹോനാ ചാഹിയെ. ഏതൊരു യാത്ര പോകുമ്പോഴും കൂടെ ആളുണ്ടായിരിക്കും. ഖട്ടാ ജാന ബെഹത്തർ ഹെ, ആജ്കൽ തക്ലീഫ് കെ സമാൻ ഹെ, ബുദ്ധിമുട്ടിൻ്റെ ഒരു കാലത്താണ് നമ്മളുള്ളത്. ഓക്കെ, ഇങ്ങനെ ഹിന്ദിക്കാരെ പോലെ വർത്താനം പറയണോ, നിങ്ങൾ വന്നോളൂ. ഹിന്ദി യൂണി എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട്. ഇതേപോലത്തെ ഹിന്ദിയാണ് പഠിക്കുക, അതല്ലാണ്ട് ലിറ്ററേച്ചർ ഹിന്ദി ഒന്നുമല്ല. ചാഹിയെ ആപ്കോ, ആइए जुड़ लीजिए. धन्यवाद.